പോത്താനിക്കാട് UDF-ൽ പൊട്ടിത്തെറി, സീറ്റ് ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുമെന്ന് പോത്താനിക്കാട് മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി അറിയിച്ചു. പോത്താനിക്കാട് മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റിക്ക് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകാത്തതാണ് UDF-ൽ പൊട്ടിത്തെറിക്ക് കാരണമായത്. പല കാരണങ്ങൾ പറഞ്ഞ് സീറ്റ് നിഷേധിക്കുകയായിരുന്നുവെന്നും ഇത് കളിയാക്കുന്നതിന് തുല്യമാണെന്നും പോത്താനിക്കാട് മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. 5 ടേണായിട്ട് മുസ്ലിം ലീഗ് പോത്താനിക്കാട് പഞ്ചായത്ത് കമ്മിറ്റി ഇവിടെ സീറ്റ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. അന്നേരമെല്ലാം ഇവിടുത്തെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഒരേ ന്യായങ്ങളും കാര്യങ്ങളും പറഞ്ഞ് മാറ്റി എഗ്രിമെന്റും കാര്യങ്ങളും വയ്ക്കുകയും ചെയ്തു. അതൊന്നും പാലിക്കാതെ കഴിഞ്ഞ പ്രാവശ്യം ഫാർമേഴ്സ് ബാങ്കിലേക്ക് സീറ്റ് തരാമെന്നും പറഞ്ഞ് പഞ്ചായത്ത് ഇലക്ഷൻ നിങ്ങൾ മാറി നിൽക്കുക, ആ വാർഡ് കോൺഗ്രസിന് വിട്ടുകൊടുത്തുകൊണ്ട് ഫാർമേഴ്സ് ബാങ്കിലേക്ക് സീറ്റ് തരാമെന്ന് ഞങ്ങൾ പറയുകയും അതിന് എഗ്രിമെന്റ് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ആ എഗ്രിമെന്റും പ്രകാരം ഞങ്ങൾ ഫാർമേഴ്സ് ബാങ്കിലേക്ക് സീറ്റ് വെച്ചപ്പം അത് സീറ്റില്ല. പല്ലാരിമംഗലം പഞ്ചായത്ത് 2 സീറ്റ് കൊടുത്തു എന്ന് പറഞ്ഞാൽ സ്ഥിരം പറയുന്ന ഒരു ആരോപണവുമായിട്ട് ഇവിടുത്തെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി മുന്നോട്ട് പോകാനുണ്ടായത്. അതിൻ്റെ ഇതിൽ മൂവാറ്റുപുഴ MLA ഉൾപ്പെടെ UDF ചെയർമാൻ KM സലീം, കൺവീനർ അബ്ദുൽ മജീദ്, അങ്ങനെ ലീഗിൻ്റെ മണ്ഡലം പ്രസിഡന്റ്, സെക്രട്ടറി ഇവരുൾപ്പെടെ എല്ലാവരും ഇരുന്ന് MLA ഉൾപ്പെടെ ആൾക്കാരിരുന്ന് ചർച്ച ചെയ്യുകയും ആ ചർച്ചയുടെ ഫലമായി ലാസ്റ്റ് MLA പറഞ്ഞ വാർഡ് വിഭജനം വരുമ്പോൾ സീറ്റും പോത്താനിക്കാട് പഞ്ചായത്ത് മുസ്ലിം ലീഗിന് കൊടുക്കണമെന്ന് പറയുകയും ചെയ്തു. ആ MLA അതുവരെ അംഗീകരിക്കാതെ മുന്നോട്ട് പോകുന്ന പ്രവണതയാണ് പോത്താനിക്കാട് മണ്ഡലം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലീഗിന് സീറ്റ് നിരന്തരം നിഷേധിക്കുകയും ലീഗ് നേതൃത്വത്തെ അംഗീകരിക്കാത്ത കോൺഗ്രസ് നിലപാടിൽ പ്രതിഷേധിച്ചും ഈ തെരഞ്ഞെടുപ്പിൽ ലീഗ് UDF-ൽ നിന്നും തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുവാൻ തീരുമാനിച്ചതായും പോത്താനിക്കാട് മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി അറിയിച്ചു. ഞങ്ങൾ ഈ പ്രാവശ്യം പഞ്ചായത്ത് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് കോൺഗ്രസുമായിട്ട് മുന്നോട്ട് പ്രവർത്തിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്നൊരു ഇതിൽ നിൽക്കുകയാണ്. ഇത് കഴിഞ്ഞ് പല ചർച്ചകളും ഇവിടെ നടന്നു. ചർച്ചകളിലെല്ലാം ഇവർ പറയുന്ന ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ലീഗിന് സീറ്റ് കൊടുക്കില്ല. ഞങ്ങളുടെ അതേപോലെയുള്ള ഘടകകക്ഷിയാണ് കേരള കോൺഗ്രസ്. ആ കേരള കോൺഗ്രസ് 3 സീറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫാർമേഴ്സ് ബാങ്കിൽ സീറ്റുണ്ട്. എല്ലാ സംവിധാനങ്ങളും അവർ ചെയ്തു കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതേ ഘടകകക്ഷി അതിലും മുന്നിൽ നിൽക്കുന്ന കേരളത്തിൽ UDF-ൽ കോൺഗ്രസിന്റെ മെയിൻ ഘടകകക്ഷി എന്ന നിലയ്ക്ക് ലീഗിന് ഒരു പ്രാതിനിധ്യവും കൊടുക്കാത്ത പഞ്ചായത്തുണ്ടെങ്കിൽ പോത്താനിക്കാട് പഞ്ചായത്ത് കമ്മിറ്റി കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി മാത്രമേ ഉള്ളൂ. കേരളത്തിൽ എവിടെയും മുസ്ലിം ലീഗിന് സീറ്റില്ലാത്ത ഒരു സ്ഥലവുമില്ല, ഒരു പഞ്ചായത്തുമില്ല. പക്ഷേ ഇതിനെതിരെയുള്ള ഒരു ശക്തമായ പ്രതിഷേധം എന്ന നിലയ്ക്ക് ഞങ്ങൾ ഈ പ്രാവശ്യം ഇലക്ഷന് കോൺഗ്രസുമായിട്ട് മുന്നണി സംവിധാനത്തിൽ നിന്ന് പ്രവർത്തിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. പ്രസിഡന്റ് നിസാർ പാലക്കൻ, സെക്രട്ടറി കരീം പനേക്കുന്നേൽ, കമ്മിറ്റി മെമ്പർമാരായ ഇബ്രാഹിം, ലത്തീഫ്, കാസിം, സലീം വടക്കൻ എന്നിവരാണ് KCV-യോട് പ്രതികരിച്ചത്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.